لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. വേദിയിലിരിക്കുന്ന ആദരണീയനായ അധ്യക്ഷൻ പണ്ഡിതൻ മുജീബുർ റഹ്മാൻ മിഷ്കാത്തി, സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്രഷ്ടാവും സംരക്ഷകനുമായ ലോകങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന സ്നേഹ സംഗമത്തിൽ സാക്ഷികളാവുകയാണ് നമ്മൾ. പരസ്പരം അറിയുവാനും മനസ്സിലാക്കുവാനും അടുക്കുവാനും സർവോപരി തെറ്റിദ്ധാരണകൾ അകറ്റി ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കുവാനും ഇത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങൾ ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തുറന്ന മനസ്സുമായി ഈ സ്നേഹ സംഗമത്തെ നോക്കിക്കാണാമേ എന്നാണ് ആമുഖമായി ഉണർത്താനുള്ളത്. സഹോദരങ്ങളെ, മലയാളികളായ ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വസിക്കുന്ന ഭാരതത്തിൽ വ്യത്യസ്ത മതങ്ങളും ദർശനങ്ങളുമുണ്ട്. ഭാരതത്തിൽ ജനിച്ച, വളർന്ന, ജീവിച്ച, കടന്നുവന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളെക്കുറിച്ച് ഭാരത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ചരിത്രകൃതിയിൽ ഏറ്റവും ചുരുങ്ങിയത് 40-ലധികം വ്യത്യസ്ത മതങ്ങൾ, ദർശനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും വ്യത്യസ്തങ്ങളായ മതങ്ങളും ദർശനങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള മതങ്ങളെ അല്ലെങ്കിൽ ദർശനങ്ങളെ, വീക്ഷണങ്ങളെ അതിൻ്റെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നോ സ്രോതസ്സുകളിൽ നിന്നോ മനസ്സിലാക്കാനോ പഠിക്കാനോ ശ്രമിക്കാതെ കേവലം മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ വെളിച്ചത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള അപൂർണമായ അറിവിൻ്റെ ഭാഗമെന്നോണം പരസ്പരം തെറ്റായ ധാരണകളും മറ്റും നിലനിൽക്കാൻ അത്തരത്തിലുള്ള നിലപാടുകൾ കാരണമായി തീരാറുണ്ട്. അതുകൊണ്ട് ഏതൊരു മതത്തെയും നമ്മൾ പഠിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്, ഇനി വിമർശിക്കുകയാണെങ്കിൽ തന്നെ അവയുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാകണമെന്ന നീതിപൂർവമായ, അതല്ലെങ്കിൽ ഏറ്റവും മാന്യമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്താൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അഥവാ മതം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലോകത്തിന് സജീവ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് മതം. എന്താണ് മതം എന്ന പ്രസക്തമായ ചിന്തക്ക് പലരും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും മറുപടികളുമാണ് നൽകിയിട്ടുള്ളത്. മതത്തെ ഒരു പ്രശ്നമായി നോക്കിക്കണ്ട ആളുകൾ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് വിശദീകരിച്ച ആളുകൾ, മതം നന്മയല്ല തിന്മയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആളുകൾ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചവർ. യഥാർത്ഥത്തിൽ എന്താണ് മതം? മലയാള ഭാഷയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മതം എന്ന പദത്തിന് നേർക്കുനേരെയുള്ള പദപരമായ അർത്ഥത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അഭിപ്രായം എന്ന ഒരു അർത്ഥത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. പക്ഷേ ആത്യന്തികമായി മതം കൊണ്ട് താല്പര്യപ്പെടുന്നത് എന്ത്? മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്തോ അതാണ് മതം. മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹ്യ മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളെ സ്പർശിക്കുകയും ആ രംഗത്ത് കൃത്യവും വ്യക്തവും പൂർണ്ണവും പ്രായോഗികവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന
ദൈവീകമായ മാർഗദർശനമാണ് മതം. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പരിധികൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളെ ഇണക്കിച്ചേർക്കുകയും മനുഷ്യ മസ്തിഷ്കത്തെ പരിവർത്തിപ്പിക്കുകയും മനുഷ്യ ഹൃദയങ്ങളെ കൂട്ടിയിണക്കുകയും ചെയ്യുന്ന സട്ടാവിൽ നിന്നുള്ള മാർഗദർശനമാണ് മതം. ആ മതത്തെ അറിയാനും ആ മതത്തെ മനസ്സിലാക്കാനും ആ മതത്തിന്റെ ആധികാരികമായ വീക്ഷണങ്ങളെ തുറന്ന മനസ്സുമായി പഠിക്കാനുള്ള സന്മനസ്സാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇവിടെ മതങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളും ദർശനങ്ങളും നമുക്കിടയിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പരസ്പരമുള്ള തെറ്റായ ധാരണകളുടെയും അതോടൊപ്പം തന്നെ കേവലമായ ഊഹങ്ങളുടെയും വെളിച്ചത്തിൽ പരസ്പരം വാളെടുക്കാനും കടിച്ചു കീറാനും അതുമായി ബന്ധപ്പെട്ട അതിക്രമ പ്രവർത്തനങ്ങളിലേക്കും കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ലോകം, ഇതിൽ നിന്ന് മാറ്റമുണ്ടാവണം. മനുഷ്യ മനസ്സുകൾ ഇണക്കപ്പെടണം. നമുക്കിടയിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കണം. നമുക്കിടയിൽ നിർഭയത്വം ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക് അതാരുടെ ഏതു മതത്തിന്റെ വക്താവാകട്ടെ, ഏത് മതാദർശം കൊണ്ടു നടക്കുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങളാകട്ടെ, അവർക്കും ഈ ഭൂമിയിൽ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാനും കളിച്ചു മുന്നോട്ട് പോവാനുള്ള ഒരവസരം സൃഷ്ടിക്കപ്പെടണം. ഏതൊരുത്തനും അവൻ്റെതായ മതത്തെ പഠിക്കാനും അറിയാനും ആ മതത്തിൻ്റെതായ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ തൻ്റെ സഹോദരന്റെ മത ആശയങ്ങളെ ദർശനങ്ങളെ അറിയാനും ആ രീതിയിലുള്ള സൃഷ്ടിപരമായ സ്നേഹ സംഗമങ്ങൾക്കും സ്നേഹ സംവാദങ്ങൾക്കും അവസരമുണ്ടാവണം. അങ്ങനെ തെറ്റിദ്ധാരണകൾ അകറ്റി എല്ലാ തരത്തിലും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിത മോക്ഷം നേടിയെടുക്കുവാനുള്ള ഒരു കൂട്ടായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പ്രമാണങ്ങളെ നമ്മൾ അറിയണം. പ്രത്യേകിച്ച് നമുക്കിടയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മതമാണ് ഹിന്ദു മതം, അതോടൊപ്പം ക്രിസ്തു മതം, അതോടൊപ്പം ഇസ്ലാം. ലോകത്ത് ഭാരതത്തിൽ മഹാഭൂരിപക്ഷത്തിന്റെ മതമായി നമ്മൾ വായിക്കുന്ന ഹിന്ദു മതം. ആ ഹിന്ദു മതത്തെ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും കേവലം മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ വെളിച്ചത്തിലല്ല. അവക്കൊന്നും ഹിന്ദു ദർശനത്തെ, ഹിന്ദു മതത്തെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം നൽകാൻ കഴിയില്ല. അതേസമയം ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, ഹിന്ദു മതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അവയുടെ ആധികാരിക ദർശനിക പ്രമാണങ്ങളിൽ നിന്നാണ്. അഥവാ ചതുർവേദങ്ങളിൽ നിന്നും, ഉപനിഷത്തുകളിൽ നിന്നും, ബ്രാഹ്മണങ്ങളിൽ നിന്നും, ആരണ്യകങ്ങളിൽ നിന്നും, ഇതിഹാസങ്ങളിൽ നിന്നും, ഐതിഹ്യങ്ങളിൽ നിന്നും. അതേസമയം ക്രിസ്തു മതത്തെ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ബൈബിൾ, പഴയ പുതിയ നിയമ പുസ്തക സമാഹാരങ്ങളിൽ നിന്ന്. ഇസ്ലാമിനെ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും വിലയിരുത്തേണ്ടതും സെപ്റ്റംബർ 11 എന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പിന്നിലോ അതല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും അതിക്രമത്തിന്റെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിലോ അല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ നൽകുന്ന കേവലമായ വിവരങ്ങളുടെ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലോ അല്ല. മറിച്ച് ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ ആധികാരിക ദാർശനിക പ്രമാണമായ വിശുദ്ധ ഖുർആനിൽ നിന്നും ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും പ്രവാചകന്റെ ഹദീസിൽ നിന്നുമാകണം. ഇപ്പറഞ്ഞ ആധികാരിക ദാർശനിക പ്രമാണങ്ങൾക്കാണ് അവ പരിചയപ്പെടുത്തുന്ന മതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായൊരു വിശദീകരണം നൽകാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവോടുകൂടെ ഈ വിശദീകരണത്തെ നമ്മൾ നോക്കിക്കാണുകയും വേണം. ഈ പ്രധാനപ്പെട്ട 3 മതങ്ങൾ നമ്മൾ മുന്നിൽ വെക്കുന്നു. അവയുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, ഈ ആധികാരിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ 3 ദർശനങ്ങൾക്ക് ലോകത്തോട് എന്താണ് പറയാനുള്ളത് എന്ന ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഹിന്ദുമതം എന്ന ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഹിന്ദുമതം എന്നൊരു മതം ഉണ്ടോ? എന്താണ് ആ വിഷയത്തെക്കുറിച്ച് ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളിൽ ആഴത്തിൽ അറിവും വിവരവുമുള്ള ഹൈന്ദവ ദാർശനിക പണ്ഡിതന്മാരുടെ ആ രംഗത്തുള്ള വീക്ഷണം, ഹൈന്ദവ ദാർശനിക പ്രമാണങ്ങളെ വിശദീകരിച്ച, പ്രത്യേകിച്ച് ഉപനിഷത്തുകളുടെ ആധികാരികതയെക്കുറിച്ച് സംസാരിച്ച ശ്രീ സ്വാമി വിവേകാനന്ദന്റെ
ചിന്തകളെ അല്ലെങ്കിൽ